യാത്രാ നിരോധനത്തിന് പരിഹാരമാർഗവുമായി കോഴിക്കോട്ടെ ഒരു എഞ്ചിനീയർ രംഗത്ത്. നിബിഡ വനം ഉൾപ്പെടെ 15 കിലോമീറ്റർ ഇരുമ്പ് മേൽപ്പാലം നിർമ്മിക്കാമെന്ന ഇദ്ദേഹത്തിന്റെ ആശയം സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. വനം രണ്ടായി മുറിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ബദൽ റോഡിന് 400 കോടി ചെലവ് വരുമെങ്കിൽ ഇരുമ്പ് മേൽപ്പാലത്തിന്റെ ആകെ ചിലവ് 150 കോടി മാത്രമാണ്. ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളും വന്യജീവികളും അധിവസിക്കുന്ന നിബിഡ വനമേഖലയിലാണ് വയനാട് മൈസൂർ പാത. രാത്രികാല ഗതാഗതം നിരോധിച്ച ഈ പാതയ്ക്ക് സമാന്തര പാത നിർമ്മിച്ച പരിഹാരം കാണാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുത്ത് ഒട്ടേറെ വനമേഖല നശിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാതയ്ക്കെതിരെ ഇതിനകം പരിസ്ഥിതി പ്രവർത്തകരുടെ രോഷം ഉയർന്നു കഴിഞ്ഞു. അതേസമയം കോഴിക്കോടിലെ എഞ്ചിനീയർ കെ സലീമിന്റെ ആശയത്തിൽ 1 ഇഞ്ച് വനഭൂമി പോലും നശിപ്പിക്കാതെ ഇരുമ്പ് മേൽപ്പാലം നിർമ്മിക്കാൻ സാധിക്കും. ഈ നിർമ്മാണം നടക്കുകയാണെങ്കിൽ കാടിന്റെ പാരിസ്ഥിതികമായിട്ട് യാതൊരു പ്രശ്നവും സംഭവിക്കാത്തതാണ്. മുഴുവൻ നിർമ്മാണവും ആ നിർമ്മാണ സ്ഥലത്തിന്റെ കാടിന്റെ ഒരു 4-5 കിലോമീറ്റർ അപ്പുറം വന്ന് ഒരു വർക്ക് സ്പേസ് കണ്ടെത്തി അവിടെ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവെക്കാവുന്നതാണ്. 1 ഇഞ്ച് പോലും സർക്കാർ ഭൂമി ഇതിനായി എക്വയർ ചെയ്യേണ്ടതില്ല. 1 ഇഞ്ച് പോലും എക്വയർ ചെയ്യേണ്ടതില്ല. ഒരു മരം പോലും ഈ നിർമ്മാണത്തിൽ നിന്ന് മുറിക്കേണ്ടതില്ല. നിലവിലെ റോഡിന്റെ മുകളിലായി മേൽപ്പാലത്തിന് തൂണുകൾ സ്ഥാപിക്കാം. നിർമ്മാണത്തിനാവശ്യമായ കോൺക്രീറ്റ് റെഡിമിക്സായി എത്തിക്കണമെന്ന് മാത്രം. ചുരുങ്ങിയത് 6 മീറ്ററെങ്കിലും ഉയരത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മേൽപ്പാലത്തിനടിയിലൂടെ വന്യജീവികൾക്ക് സ്വൈര്യവിഹാരം നടത്താമെന്നതിനാൽ രാത്രികാല ഗതാഗതത്തിന് തടസ്സമാവില്ല. മാത്രമല്ല, പാലത്തിൽ പാർക്കിംഗ് സ്ഥലം നിർമ്മിച്ചാൽ സഞ്ചാരികൾക്ക് നിർഭയം വന്യജീവികളെ വീക്ഷിക്കാനും സാധിക്കും. സംസ്ഥാന സർക്കാരും പരിസ്ഥിതി മന്ത്രാലയവും ചേർന്ന് തീരുമാനമെടുത്താൽ 1 വർഷം കൊണ്ട് പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് സലീമിന്റെ വാക്കുകൾ. ജീവൻ ന്യൂസ്.